നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ചാണ് കടത്തിവിടുന്നത്. 25,000 കിലോവാട്ട് ശേഷിയുള്ള വൈദ്യുതി ലൈനാണ് പൊട്ടിയത്. നല്ല തിരക്കുണ്ടായിരുന്നു തുറക്കുന്ന സമയത്ത്. വണ്ടി തുറന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത വണ്ടിക്ക് പറഞ്ഞു. അടുത്ത വണ്ടിക്ക് പറയുന്ന സമയത്ത് ഞാൻ അലാമത്തിന് ഓൾറെഡി വിസിലും അടിച്ചുകൊണ്ട് പരമാവധി കടത്തിവിടാൻ പറ്റുന്ന വണ്ടിനെ കടത്തിവിട്ടു. ടോർച്ച് വരുന്ന സമയത്ത് ഞാൻ അവരോട് വിസിലും അടിക്കുന്നുണ്ട്, അവരോട് കൈകൊണ്ട് നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്. അവരെങ്ങനെ നിർത്തുന്നില്ല. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് തന്നെ അവർ ഭൂമിനടിച്ചിട്ട് അപ്പ് ലൈനിലെ OH ലൈനിൽ സരീഷ് വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വൈദ്യുതി ലൈൻ പൊട്ടത്തക്ക രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്ന് രാവിലെ 11:35 ഈ അപകടം സംഭവിക്കുന്നത്. നെടുമ്പാളിൽ നിന്നും പേരാമ്പ്രയിലേക്ക് ടാറിംഗ് കൊണ്ടുപോയിരുന്ന ടോറസ് ലോറി ഗേറ്റ് അടയ്ക്കുന്നത് കണ്ടിട്ടും കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണം. ഈ ലോറി റെയിൽവേ ഗേറ്റിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ബാരിയർ ഉയർന്നു പൊന്തി വൈദ്യുതി ലൈനിൽ തട്ടുകയും കമ്പി പൊട്ടി വീഴുകയുമായിരുന്നു. ഈ സമയത്ത് നിരവധി വാഹനങ്ങൾ 2 ദിശയിലും റോഡിൽ കാത്തുകിടക്കുന്നുണ്ടായിരുന്നു, ഗേറ്റ് കടന്നു പോകാൻ കാത്തുകിടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. പെട്ടെന്ന് ഈ വൈദ്യുതി കമ്പി ട്രാക്കിലേക്ക് പൊട്ടി വീണതോടെ അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകളും പരിഭ്രാന്തരായി ഓടി മാറുകയാണ് ചെയ്തത്. ഒരു വൻ ദുരന്തമാണ് അവിടെ ഒഴിവായി പോയത്. കാരണം ഈ വാഹനം 20 മിനിറ്റോളം ഈ ഗേറ്റ് അടച്ചിട്ടുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഗേറ്റ് തുറന്നത്. അത്ര നേരം ഈ ഗേറ്റ് അടച്ചിട്ടത് മൂലം നിരവധി വാഹനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ചെറുവാഹനങ്ങൾ ഈ സമയത്ത് ഗേറ്റ് താഴ്ത്തുന്നതിനിടയിലും ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ ഗേറ്റ്മാൻ തയ്യാറായെങ്കിലും വലിയ വാഹനം ഈ ടോറസ് ലോറി കടക്കാൻ ശ്രമിക്കുന്നത് അപായ മണി മുഴക്കുന്ന സമയത്താണ് ഈ ലോറി കടക്കാൻ ശ്രമിച്ചത്. ഇത് കണ്ടിട്ടും ഈ ഗേറ്റ്മാൻ ഈ ലോറി കടക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടും കടന്നു പോകരുതെന്ന് കൈകൾ കൊണ്ട് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഈ വാഹനം അശ്രദ്ധമായി ഈ ഗേറ്റിൽ കടക്കുന്നതിനിടെയാണ് ഈ ഗേറ്റിൽ ഇടിക്കുകയും ഈ ഗേറ്റിൽ നേരെ പോയി ഈ വൈദ്യുതി കമ്പിയിൽ തട്ടി പൊട്ടിവിടുകയും ചെയ്തത്. ഈ സമയത്ത് 25,000 കിലോവാട്ട് പ്രഹരമുള്ള OHE എന്ന് പറയുന്ന വൈദ്യുതി കമ്പിയാണ് ഈ പൊട്ടി വീണത്. യഥാർത്ഥത്തിൽ ഇത് പൊട്ടി വീണത് ഉടനെ തന്നെ എല്ലാ സിഗ്നലുകളും അവിടെ ഇല്ലാതായി. ട്രെയിൻ ഗതാഗതത്തിന് കടന്നു പോകാൻ ലഭിക്കേണ്ട സിഗ്നലുകളെല്ലാം ഇല്ലാതായതോടെ റെയിൽവേ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ പുതുക്കാട് നിന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും അവിടെ എത്തിയതിനു ശേഷമാണ് ഈ ലോറിയിൽ കുടുങ്ങിക്കിടന്ന ഈ ഡ്രൈവറെ പുറത്ത് ഇറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അവർ വന്നതിന് ശേഷം നിരീക്ഷിച്ചതിന് ശേഷമാണ് വൈദ്യുതി പ്രവാഹം ആ സമയത്തും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൃത്യമായി അവരുടെ ഇടപെടൽ മൂലമാണ് ഈ ഡ്രൈവറെ അവിടെ പുറത്തിറക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നിരവധി ട്രെയിനുകൾ പല സ്റ്റേഷനുകളായി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന അപ്പ് ലൈനിലാണ് ഈ സംഭവം നടന്നത്. അത് കാരണം തൃശ്ശൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ പല സ്റ്റേഷനുകളായി തിരിച്ചിട്ടിരുന്നു. ഒപ്പം തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ചാലക്കുടിയിലും മംഗലാപുരം പരശുരാം എക്സ്പ്രസ് കന്യാകുമാരി മംഗലാപുരം പരശുരാം എക്സ്പ്രസ് ചാലക്കുടിയിലും തിരുവനന്തപുരം കോർബ എക്സ്പ്രസ് നെല്ലായിലും തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് ചാലക്കുടി ഡിവൈൻ നഗർ സ്റ്റേഷനിലും പിടിച്ചിട്ടു. അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ വേഗത കുറച്ചാണ് ഈ സമയത്ത് കടത്തിവിട്ടിരുന്നത്. ഏകദേശം ദ്രുതഗതിയിൽ തന്നെയാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. കാരണം 11:35 ഈ അപകടം നടന്ന സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം അവർ പെട്ടെന്ന് തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തുകയും ചാലക്കുടിയിൽ നിന്നും പുതുക്കാട്ടിൽ നിന്നുമുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി ഏകദേശം 2 മണിക്കൂറോളം കഠിന പ്രയത്നം നടത്തിയാണ് ഏകദേശം ഒരു 1:25 കൂടി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. സരീഷ്, ഇപ്പോൾ നിലവിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? അല്ല ട്രെയിനുകളും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? നേരത്തെ വേഗത കുറച്ചാണ് കടത്തിവിടാനുള്ള ശ്രമമാണ് ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? നിലവിൽ ഒരു ട്രാക്കിൽ ഏകദേശം എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിൽ മാത്രമാണ് വേഗത കുറച്ച് ട്രെയിൻ കടത്തിവിട്ടിരുന്നത്. അതേസമയം ഈ അപകടം നടന്ന സമയം തൊട്ട് ഏകദേശം ഈ പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിരസിക്കുക തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി വൈദ്യുതി ലൈൻ കൃത്യമായ രീതിയിൽ ശരിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ നിലവിൽ എല്ലാ ട്രെയിനുകളും പൂർവ്വസ്ഥിതിയിൽ തന്നെ
ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, സരീഷ്, വിവരങ്ങൾ നൽകിയതിന്. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ തകരാറിലായി. 25,000 കിലോവാട്ട് ശേഷിയുള്ള വൈദ്യുതി ലൈനാണ് തകരാറിലായത്. ബന്ധപ്പെട്ട അധികൃതരെത്തി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ട്രെയിനുകൾ കടത്തിവിട്ടു തുടങ്ങി. ഒപ്പം തന്നെ വൈദ്യുതി ലൈനും പൂർവ്വസ്ഥിതിയിലാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സരീഷാണ് വിവരങ്ങൾ നൽകിയത്.